പനമ്പാലം റോഡ് വീതികൂട്ടൽ പ്രവൃത്തി നടക്കുന്നത് ഒച്ചിഴയും വേഗത്തിൽ. മാസങ്ങളോളമായി പൊതുഗതാഗതം നിർത്തിയ പ്രദേശത്തെ യാത്രാ ദുരിതത്തിന് അറുതി വരാൻ ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും? കലുങ്ക് നിർമ്മാണം നടക്കുന്നത് വിരലിലെണ്ണാവുന്ന തൊഴിലാളികളെ വെച്ച് മാത്രം. ഏറെക്കാലത്തെ മുറവിളിക്ക് ശേഷമാണ് പയ്യനങ്ങാടി മുതൽ പനമ്പാലം വരെയുള്ള റോഡിന്റെ വീതികൂട്ടൽ പ്രവൃത്തി തുടങ്ങിയത്. ഈ പ്രവൃത്തി പൂർത്തിയായി കഴിഞ്ഞാൽ കടന്നാൽ കുടുങ്ങി എന്ന രൂപത്തിലുള്ള ഈ റോഡിന്റെ അവസ്ഥയ്ക്ക് പൂർണ്ണമായും പരിഹാരമാകും. ഈ പ്രദേശത്തെ ജനങ്ങൾ വീതികൂട്ടൽ പ്രക്രിയയ്ക്ക് സൗജന്യമായാണ് ഭൂമി വിട്ടു നൽകിയത്. തിരൂർ MLA കുറുക്കോളി മൊയ്തീന്റെ ഇടപെടൽ മൂലമാണ് ഇത്തരത്തിൽ വീതികൂട്ടൽ പ്രക്രിയ ആരംഭിച്ചത്. എന്നാൽ 3 മാസത്തോളമായി ഈ പ്രദേശത്ത് കൂടിയുള്ള പൊതുഗതാഗതം പൂർണ്ണമായും ഇല്ലാതായിരിക്കുകയാണ്. അതിനാൽ വിദ്യാർത്ഥികളടക്കം ഏറെ പ്രയാസം നേരിടുന്നത്. ഇതുവഴി സർവീസ് നടത്തുന്ന ബസ്സുകൾ പനമ്പാലം കഴിഞ്ഞ് ഹാജി ബസാർ മുതലാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. ഇത് ബസ് തൊഴിലാളികൾക്കും ഉടമകൾക്കും ഏറെ സാമ്പത്തിക നഷ്ടം വരുത്തുന്നുമുണ്ട്. ഇങ്ങനെ തുടരുകയാണെങ്കിൽ സർവീസ് നിർത്തിവെച്ച് അമിത സാമ്പത്തിക നഷ്ടം ഇല്ലാതാക്കുവാൻ ബസ് ഉടമകളും ആലോചിക്കുന്നുണ്ട്. പ്രവൃത്തി നടക്കുന്ന പ്രദേശങ്ങളിൽ വിരലിലെണ്ണാവുന്ന തൊഴിലാളികൾ മാത്രമാണ് തൊഴിലെടുക്കുന്നത്. ആർക്കോ എന്തിനോ വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സമീപനം വരാനിരിക്കുന്ന വരണ്ട കാലാവസ്ഥയ്ക്ക് ഭീഷണിയാണ്. പ്രവൃത്തി ഉടൻ പൂർത്തീകരിച്ചില്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിൽ മുഴുവൻ വീടുകളിലുമടക്കം പൊടിപടലങ്ങൾ നിറയുന്ന സാഹചര്യവും ഉണ്ടാകും. പരിഹാരം കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രദേശവാസികളും. ന്യൂസ് 99 തിരൂർ. ഒന്നും പറഞ്ഞില്ലല്ലോ. എല്ലാരും കൂടി ഇതെങ്ങോട്ടാ? ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാ ഗീത. ജ്വല്ലറി പോകുമ്പോ എന്നോട് പറയണേക്കാ. എന്റെ പരിചയത്തിൽ നല്ലൊരു ജ്വല്ലറി ഉണ്ട്. പണിക്കൂലിയൊക്കെ ഭയങ്കര കുറവാ. അതൊക്കെ പറയാം. എന്നാ ശരി, വൈകി. അല്ലേക്ക, നമ്മള് സ്വർണം വാങ്ങാൻ തന്നെയല്ലേ പോണത്. പിന്നെന്തിനാ ഞങ്ങള് ഗീതയോട് അങ്ങനെ പറഞ്ഞ? ഓലൊക്കെ ഏജന്റുമാരാന്ന്. നമ്മളെ സ്വർണത്തിന്റെ വിലന്റെ കൂടെ ഓളുടെ കമ്മീഷൻ കൂടി ചേർക്കും. അല്ല നൂർക്ക, അതിപ്പോ എല്ലാ ജ്വല്ലറിക്കാരും അങ്ങനെ തന്നെയല്ലേ? ഏയ് അങ്ങനല്ല ഷാജി. നമ്മളിപ്പോ പോണത് 10-50 കൊല്ലങ്ങളായിട്ട് സ്ഥിരമായിട്ട് സ്വർണം എടുക്കണ നമ്മളെ സ്വന്തം ജ്വല്ലറിലേക്കാ. സ്വർണത്തിനൊക്കെ ഇപ്പൊ വലിയ വലിയ പണിക്കൂലിയല്ലേക്കാ. ഞാൻ തന്നെ മോക്കൊരു കമ്മലെടുക്കാൻ നോക്കിട്ട് നടക്കുന്നു. എന്റെ ഷാജിയേട്ടാ, നമ്മള് പോകുന്ന സ്ഥലം വെറും ജ്വല്ലറി അല്ല, അവർ ആഭരണങ്ങൾ അവിടെ തന്നെ ഉണ്ടാക്കുന്നതാ. അത് തന്നെ. അപ്പൊ നമുക്ക് വേണ്ടി സ്വർണം ഓലുണ്ടാക്കുന്ന വിലക്ക് അതുള്ളാലോ. അതേതപ്പോ ആ ജ്വല്ലറി?